ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങൾ ഇന്ന് ബൂത്തിലെത്തും. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ സീറ്റുകളിലും ഇന്ന് വോട്ടെടുപ്പാണ്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്, ഡൽഹിയിലെ മയൂർ വിഹാർ, നിങ്ങൾക്കറിയാം ഒരുപാട് മലയാളികൾ താമസിക്കുന്ന മയൂർ വിഹാറിൽ നമ്മുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണനുണ്ട്. അതുപോലെ നിർമ്മാൺ ഭവനിൽ ആർ അച്യുതനുണ്ട്. രണ്ട് സ്ഥലത്തായി നിൽക്കുന്നു. ഈ ആറല്ലാത്ത ഒരാളും കൂടി നിൽക്കുന്നുണ്ട്. ന്യൂഡൽഹിയിൽ ബൽറാം നെടുങ്ങാടി. ആദ്യം നമ്മൾ ആർ രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. മയൂർ വിഹാറിലെ മലയാളികളൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയോ? ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. ആർക്കെ വോട്ട് ചെയ്തോ? തീർച്ചയായിട്ടും എങ്കിൽ പിന്നെ വലിയ വലിയ ആൾക്കാർ കൈ പൊക്കി കാണിക്കുന്നത് പൊക്കി കാണിച്ചിട്ട് ഓക്കെ, റെഡി. സമ്മതിദാനം നന്നായി. ഇതേപോലെ വിരൽ കാണിച്ചത് രജനീകാന്ത് ആയിരുന്നു. നന്നായി. തീർച്ചയായിട്ടും SKN സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലെ മലയാളികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ മയൂർ വിഹാർ. മയൂർ വിഹാറിലെ ഫേസ് 1 ഞാനുള്ളത്. എൻ്റെ വോട്ടും ഇവിടെയായിരുന്നു. ഞാനടക്കമുള്ള 100 കണക്കിന് മലയാളികൾക്ക് ഇവിടെയാണ് വോട്ടുള്ളത്. അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡൽഹിയിലെ ഒരു താപനില ഇപ്പോൾ ഒരു വലിയ ചൂടുള്ള ഒരു അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് രാവിലെ തന്നെ അവരെല്ലാം എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. പക്ഷേ ഈ ൾക്ക് മുമ്പിൽ രാവിലെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ അത്ര വലിയൊരു വോട്ടർമാരുടെ ഒരു നിരയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു അവസ്ഥ. അത് ഈ വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഈ വോട്ടുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക, അഥവാ വോട്ടിംഗ് ശതമാനം കുറയുമോ എന്നതടക്കമുള്ള ആശങ്കകൾ അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന മലയാളികൾ എന്ന് കാണാം. എന്താ പേരെന്താ? അഞ്ജിത. വോട്ട് ചെയ്തോ? ചെയ്തു. എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത്? ഇത്തവണത്തെ എന്ത് ആഗ്രഹമാണ്? നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാനും സ്വാതന്ത്ര്യം കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ എല്ലാം അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഓരോ രാഷ്ട്രീയക്കാർ. പിന്നെ ഇവിടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണും. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന മേഖലയാണല്ലോ. അപ്പം മലയാളികളുടെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളുണ്ടോ പരിഗണന? ഉണ്ട്. എഡ്യൂക്കേഷൻ, ഈ തൊഴിലില്ലായ്മയും എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. മലയാളികളുടെ വിഷയങ്ങളും എല്ലാം ഉണ്ട്. SKN മലയാളികൾ ആവേശത്തോടെ വോട്ട് ചെയ്യുന്നതാണ് മുൻകാല അനുഭവങ്ങൾ. അതിന് സമാനമായിട്ട് ഇന്നും ആ വിധത്തിൽ മലയാളി സുഹൃത്തുക്കളോടൊക്കെ നമ്മുടെ ഒരു അന്വേഷണം പറഞ്ഞാൽ അവർ വോട്ട് ചെയ്യാൻ എത്തിയതിൽ ഏറ്റവും വലിയ ജനാധിപത്യ അവകാശം കരുത്തോടെ രേഖപ്പെടുത്തിയിട്ട് മടങ്ങി പോകാൻ പറയുക. ഓക്കെ. അപ്പോൾ എന്തായാലും തീർച്ചയായും താങ്ക് യു രാധാകൃഷ്ണൻ. ഇനി ആർ അച്യുതനുണ്ട് നിർമ്മാൺ ഭവനിൽ. ഡൽഹിയിലെ നിർമ്മാൺ ഭവനിലാണ് അച്യുതൻ നിൽക്കുന്നത്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശേഷങ്ങൾ പറയൂ. SKN ഞാനിപ്പോൾ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ടെടുപ്പ് കേന്ദ്രം എന്ന് തന്നെ പറയാം. കാരണം ഡൽഹിയിലെ ഒരു VIP പോളിംഗ് സ്റ്റേഷനാണ്. ഇവിടെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ വോട്ട് ചെയ്യാനായി എത്തിച്ചേരുന്നത്. 9 മണിയോടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവിടെ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മേനക ഗാന്ധി, വരുൺ ഗാന്ധി. ഹലോ, അച്യുതൻ തുടരൂ. ഒരു പ്രധാനപ്പെട്ട വോട്ടിംഗ് കേന്ദ്രമാണ് ഈ നിർമ്മാൺ ഭവൻ. ഈ കഴിഞ്ഞ കാലങ്ങളിലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന ഒരു ഇടമാണ്. അവർക്ക് പുറമെ മേനക ഗാന്ധി, വരുൺ ഗാന്ധി, അതുപോലെ തന്നെ BL സന്തോഷ്, BJPയുടെ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ഉൾപ്പെടെയുള്ളവരും ഇവിടെയായിരിക്കും പോളിംഗ് രേഖപ്പെടുത്തുവാനായി എത്തുക. വലിയ ആകർഷകമായ രീതിയിൽ വോട്ടർമാരെ ആകർഷകമായ രീതിയിലുള്ള ഒരു സ്റ്റേഷൻ അങ്ങനെ ആ രീതിയിലാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. കയറുന്നിടത്ത് ഈ പറഞ്ഞ പോലുള്ള ബലൂണുകൾ, അതുപോലെ തന്നെ ഈ ഒരു ചൂട് കാലമായതുകൊണ്ട് തന്നെ ഉഷ്ണകാലമായതുകൊണ്ട് തന്നെ ഈ ചെറിയ വെള്ളം ലഭിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൽഫി പോയിന്റ് ഉണ്ട്. അതിനെല്ലാം ഉപരി ഈ പറഞ്ഞതുപോലുള്ള ഉഷ്ണകാലം അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു VIP പോളിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കനത്ത സുരക്ഷ അത് പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പുറത്തും അകത്തുമായാണ് ആ സുരക്ഷാ വിന്യാസം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക പാസ് ഇല്ലാത്ത ആർക്കും തന്നെ ഞാൻ നിൽക്കുന്ന ഈ ഇടത്തേക്ക് പ്രവേശനമില്ല. അവർക്ക് ഗേറ്റിന് പുറത്താണ് അവരെ ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ തരത്തിൽ സുരക്ഷ അത് ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇവിടെയാണ്
വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. ന്യൂഡൽഹി ഇവിടെ ഇതിനകത്ത് രണ്ട് പോളിംഗ് ബൂത്തുകളാണുള്ളത്. ആ രണ്ട് പോളിംഗ് ബൂത്തുകളിലായിട്ടാണ് ഇവിടെ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 7 മണി മുതൽ 6 മണി വരെയാണ് ഈ ഒരു വോട്ടെടുപ്പ് നടക്കുക. എന്തായാലും ആ ചൂട് കാലം അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. താങ്ക് യു ആർ അച്യുതൻ. നിർമ്മാൺ ഭവനിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്ന് ബെന്നി തടത്തിൽ. ബെസ്കേൻ ഗുഡ് മോർണിംഗ് ബെന്നി തടത്തിൽ. നമ്മൾ ഡൽഹി ഗുർഗാവിൽ രാവിലെ 8 മണിക്ക് വോട്ട് ചെയ്യും. ആർക്കോടൊന്ന് പറയണം അങ്ങോട്ടൊന്ന് വരാൻ. രാധാകൃഷ്ണൻ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കുക കേട്ടോ. ചെന്ന് അവരുമായിട്ടൊരു ചായയൊക്കെ കുടിച്ച് അവരുടെ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തുന്ന സമയത്ത് അതിന് സാക്ഷിയാക്കാൻ ശ്രമിക്കുക. ഇനി ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം ഗുഡ് മോർണിംഗ്. ബൽറാം വോട്ട് ചെയ്തില്ലേ? ആ രാധാകൃഷ്ണൻ വിരലൊക്കെ കാണിച്ചപ്പോൾ എന്നിൽ ഉയർന്ന ചോദ്യമാണത്. ഗുഡ് മോർണിംഗ് എസ്കേൻ. എന്റെ വോട്ട് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ന്യൂഡൽഹി മണ്ഡലത്തിലെ ലേഡി ഇർവിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഒരു നഗര പ്രദേശമാണ്, നഗര മേഖല, ല്യൂട്ടൻസ് ഡൽഹി മേഖലയിലാണ് ഈ ഒരു പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായും വോട്ട് ചെയ്യാൻ എത്തുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ്. പുറമേ നിന്ന് എത്തി ഡൽഹിയിൽ താമസിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും. സ്ഥിര താമസക്കാരായ പ്രദേശവാസികളായ ആളുകൾ വളരെ കുറവ് ഉള്ള ഒരു പോളിംഗ് സ്റ്റേഷനാണ്. നമുക്ക് അറിയാം, വോട്ടിംഗ് കൃത്യമായി 7 മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ കാര്യമായ തിരക്ക് ഈ പോളിംഗ് ആരംഭിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നില്ല. ഏതാണ്ട് 10ഓളം പേർ മാത്രമാണ് ഈ പോളിംഗ് സ്റ്റേഷന് പുറത്ത് വോട്ടിംഗ് എടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പായി ക്യൂവിൽ ഉണ്ടായിരുന്നത്. ഇവർക്കായി 4 പോളിംഗ് സ്റ്റേഷനുകൾ ഈ സ്കൂളിനകത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വോട്ടിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഏറെ കൗതുകകരമായ, അത്യന്തം വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഡൽഹിയിലേത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഈ കഴിഞ്ഞ പ്രചരണ കാലയളവിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ന്യൂഡൽഹി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു VIP മണ്ഡലമാണ്. ഇത്തവണ മത്സരം ബാൻസുരി സ്വരാജ്, ഒപ്പം തന്നെ സോംനാഥ് ഭാരതി എന്നീ രണ്ട് കക്ഷികൾ, രണ്ട് മുന്നണികളിൽ നിന്നുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ തമ്മിൽ മാറ്റുരയ്ക്കുന്നു. ഇത്തരത്തിലൊരു പോരാട്ടം ഉണ്ടാകുമ്പോൾ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ, ഒട്ടേറെ പ്രചാരണ വിഷയങ്ങളും ആയതാണ് ഇത്തവണ. ഡൽഹി അടക്കമുള്ള 8 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 8 ഇടങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലാ ഇടത്തും തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കനത്ത ചൂടും മറ്റ് സാഹചര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ കുടിവെള്ളം അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വലിയ തിരക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനായി ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. കൃത്യമായ ആളുകൾ വരി നിന്ന് തിരിച്ചു പോകുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. സെൽഫി പോയിന്റുകൾ ഒരുക്കിയിരിക്കുന്നു. സുരക്ഷ, വലിയ തോതിൽ തന്നെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ തിരക്ക് ആയി വരുന്നതേ ഉള്ളൂ. രാവിലെ തന്നെ ചൂട് തുടങ്ങും മുമ്പ് എത്തി വോട്ട് ചെയ്യാൻ ആളുകൾ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആദ്യ മിനിറ്റുകളിൽ എന്തായാലും വലിയ തിരക്ക് ഈ പോളിംഗ് സ്റ്റേഷനിൽ അനുഭവപ്പെടുന്നില്ല. SK. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.